മണ്ണിലല്ലാതെ വാട്ടർ ടാങ്കിനകത്താണെങ്കിലും ഡ്രമ്മിനകത്താണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മാങ്ങ കായ്ക്കുന്നുള്ളതിന്റെ ഒരു റിസൾട്ടാണ് നമുക്കിത് കാണണല്ലേ. തീർച്ചയായിട്ടും ഡ്രമ്മിലായാലും ശരി നിലത്തായാലും ശരി മാങ്ങ കായ്ക്കാൻ വിചാരിച്ചാൽ എവിടെയും കായ്ക്കും. കണ്ടില്ലേ, ഇത് നമ്മൾ ഡ്രമ്മിൽ വെച്ചതാണ്, ഡ്രമ്മിൽ സെറ്റ് ചെയ്ത മാങ്ങയാണ്. കുറച്ച് വലിയ ഡ്രമ്മിലാണ്, അതുകൊണ്ട് അതിൻ്റെ ആ പെർഫോമൻസും മാറ്റം ഉണ്ടായിരിക്കും. ഇത് കൊലകുത്തി കായ്ക്കുക മാങ്ങ എന്നൊക്കെ നമ്മൾ പറയില്ല മുമ്പ്, അതിന് കൊലകുത്തി കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ ശരിക്കും നമ്മൾ നാട്ടുമാവിലാണ് ഇങ്ങനെ അധികം കണ്ടിട്ടുള്ളത്. നല്ലൊരു ഇനം വെറൈറ്റിയാണ്. ഇതിന്റെ പേര് ഐഡിയ എനിക്കറിയില്ല, പേരെനിക്കറിയില്ല. എല്ലാ മാങ്ങയുടെ പേര് എനിക്ക് മറന്നു പോയിട്ടുണ്ട്. നാടനല്ല, വിദേശിയാണ്. കൊലകുത്തി കായ്ക്കുക എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കായ്ക്കുന്ന മാങ്ങയാണ്, നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. മാങ്ങ അത്യാവശ്യം ടേസ്റ്റുള്ള മാങ്ങയാണ്. ഇതിനാരില്ല, അണ്ടി വളരെ കാലം. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് 16-17 വർഷം വരെയുള്ള പ്ലാന്റ് ആണ്. ഒറ്റത്തടിയിൽ കൊണ്ടുവന്ന് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്തിട്ട് ബ്രാഞ്ചസ് ആക്കി കൊട പോലെ ഇങ്ങോട്ട് വിരിച്ചിട്ടുണ്ട്. ഒരാൾ മേലെ പൈത്തുണ്ട് സമതെ നല്ല ഉറുമ്പ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കേട്ടോ. നമുക്ക് കാണുമ്പോഴുള്ള ഒരു കാഴ്ചത്തിന് കണ്ടില്ലേ, നമ്മൾ മണ്ണില് വെച്ചുള്ള നാടൻ മാവുകളൊക്കെ കൊല കുത്തി കായ്ച്ച പോലെ നിൽക്കണേ. കമ്പ് കണ്ടില്ല വളഞ്ഞിട്ട് കൊണ്ട് വന്നത് ഇത് വെയിറ്റുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായ പിടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും തോന്നെ കായ പിടിച്ചൊക്കെ കാണുന്നത് കേട്ടോ. ഇത്രയും അധികം കായ പിടിച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ അല്ലേ. ഇതാണ് നമ്മൾ കഴിച്ചു നോക്കാം. അങ്ങനെ ഇത് ശരിക്കും മൂത്ത് വാഴ്ത്തതല്ല, അതുകൊണ്ട് വാടിപ്പഴുത്തതാണ്. ഞാൻ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ഫ്ലേവർ ഫീൽ ചെയ്യുന്നു. നല്ലൊരു ഫ്ലേവർ ഫീൽ ചെയ്യുന്നില്ല. നമ്മളെ പൊടിയുള്ള ഐറ്റം. പൊടിയുള്ള ഐറ്റം, നല്ല പൊടിയാണ്. കാര്യമായിട്ട് ആരൊന്നുമില്ല, നല്ല പൊടിയുള്ള ഐറ്റടാ. നല്ല അതുപോലെ നല്ല മധുരമുണ്ട്. ഇതുപോലെ മാങ്ങ വീട്ടുമുറ്റത്ത് കായ്ച്ചു നിൽക്കുന്ന കാണാനുള്ള ആ ചന്തം, ഞാൻ എപ്പോഴും പറയാനുള്ള ആനച്ചന്തം. ആനനെ കണ്ടാൽ നമ്മൾ നോക്കുമല്ലോ എന്ന് പറഞ്ഞാൽ ഇന്ന് മാവ് കണ്ടാൽ നമ്മൾ നോക്കിപ്പോകും. അതിന്റെ ഭംഗി, അതിന്റെ കായ്ച്ചു നിൽക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മാവിനെ ട്രെയിൻ ചെയ്ത് ബുഷാക്കി ഇതുപോലൊക്കെ കുടരൂപത്തിലെടുത്ത് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മാങ്ങ ഇതുപോലെ കായ്ച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും.